വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. ദേശീയ കന്നുകാലി മിഷൻ എന്ന പദ്ധതിയെക്കുറിച്ചാണ് ഇവിടെ വിശദമാക്കുന്നത്. ദേശീയ കന്നുകാലി മിഷൻ പദ്ധതി പ്രകാരം മൃഗസംരക്ഷണ മേഖലയിലെ സ്വകാര്യ സംരംഭകർക്കായി കോഴി വളർത്തൽ, ആട് വളർത്തൽ, പന്നി വളർത്തൽ, തീറ്റപ്പുൽ സംസ്കരണം എന്നീ മേഖലകളിൽ വിവിധ സംരംഭകത്വ വികസന പദ്ധതികൾ KLD ബോർഡ് വഴി നടപ്പിലാക്കി വരുന്നു. സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ഉദ്ദേശം. ഈ പദ്ധതികളിൽ ഭാഗമാകുന്ന സംരംഭകർക്ക് പദ്ധതി പൂർത്തിയാകുന്ന മുറയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി പദ്ധതി വിഹിതത്തിന്റെ 50% വരെ സബ്സിഡിയായി ലഭിക്കുന്നതാണ്. ആർക്കൊക്കെയാണ് ഈ പദ്ധതിയിൽ ഭാഗമാകാൻ കഴിയുക എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. സ്വകാര്യ വ്യക്തികൾ, സ്വയം സഹായ സംഘങ്ങൾ, കർഷക ഉൽപ്പാദക സംഘങ്ങൾ, ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ, ജോയിന്റ് ഗ്രൂപ്പുകൾ, സെക്ഷൻ 8 കമ്പനികൾ എന്നിവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. കോഴി വളർത്തൽ പദ്ധതി. പദ്ധതി ഗുണഭോക്താക്കൾ മുട്ടക്കോഴികളെ വളർത്തി ആധുനിക ഹാച്ചറികളിൽ വെച്ച് മുട്ട വിരിയിച്ച് 4 ആഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വിപണനം നടത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം 1000 പിടക്കോഴികളും 100 പൂവൻ കോഴികളും ഉൾപ്പെടുന്ന പേരന്റ് ഫാം സ്ഥാപിക്കണം. തുടർന്ന് ആഴ്ചയിൽ 3000 കോഴിമുട്ട ഉൽപ്പാദിപ്പിക്കുകയും കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുകയും ചെയ്യണം. ഇതിനായുള്ള സെറ്റർ യൂണിറ്റും ഹാച്ചറി യൂണിറ്റും സ്ഥാപിക്കേണ്ടതുണ്ട്. തുടർന്ന് ബ്രൂഡർ യൂണിറ്റിൽ ആഴ്ചയിൽ 2250 കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുകയും അവയിൽ നിന്നും 4 ആഴ്ച പ്രായം തികഞ്ഞ 2000 കോഴിക്കുഞ്ഞുങ്ങളെ ഓരോ ആഴ്ചയിലും വിൽക്കേണ്ടതുമാണ്. ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി, കൃഷിപ്രിയ എന്നീ കോഴി ഇനങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. പേരന്റ് സ്റ്റോക്കിനു വേണ്ടി 1000 പിടക്കോഴിക്ക് 100 പൂവൻ കോഴി എന്ന ക്രമത്തിൽ മേൽപ്പറഞ്ഞ ഇനങ്ങൾ സർക്കാർ ഫാമുകളിൽ നിന്നും വാങ്ങേണ്ടതാണ്. പദ്ധതി തുകയുടെ 50%, അതായത് പരമാവധി 25 ലക്ഷം രൂപ വരെയാണ് സബ്സിഡിയായി ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നത്. ആവശ്യമായ ലൈസൻസുകൾ ലഭ്യമാക്കുവാൻ സാധ്യതയുള്ള സ്ഥലത്തു മാത്രമേ ഈ പദ്ധതി നടപ്പാക്കാനുള്ള അംഗീകാരം ലഭിക്കുകയുള്ളൂ. ഈ പദ്ധതിക്കുള്ള കോഴിക്കുഞ്ഞുങ്ങളെ NLM പദ്ധതിയിൽ നിഷ്കർഷിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. ഓരോ സംരംഭകനും ആഴ്ചയിൽ 4 ആഴ്ച പ്രായമുള്ള 2000 കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാനുള്ള വിപണിയുണ്ടെങ്കിൽ ഈ സംരംഭം ഏറ്റെടുക്കാവുന്നതാണ്. ഇത് ബ്രോയിലർ കോഴിക്കുള്ള പദ്ധതിയല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആട് വളർത്തൽ പദ്ധതി. പദ്ധതി ഗുണഭോക്താക്കൾ ആടുകളെ വളർത്തി അതിലൂടെ ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലബാറി, അട്ടപ്പാടി ബ്ലാക്ക് എന്നീ നാടൻ ഇനങ്ങളാണ് കേരളത്തിന് അനുയോജ്യമായിട്ടുള്ളത്. ആധുനിക ആട്ടിൻകൂടുകളാണ് ഈ പദ്ധതിക്ക് വേണ്ടി നിർമ്മിക്കേണ്ടത്. കുറഞ്ഞത് 100 പെണ്ണാടുകളും 5 ആണാടുകളും അടങ്ങുന്ന ബ്രീഡിംഗ് യൂണിറ്റ് മുതൽ പരമാവധി 500 പെണ്ണാടുകളും 25 ആണാടുകളും അടങ്ങുന്ന യൂണിറ്റ് വരെ അപേക്ഷിക്കാവുന്നതാണ്. ആട് വളർത്തൽ പദ്ധതി പ്രകാരമുള്ള സബ്സിഡി പരിധി ഇനിപ്പറയുന്ന പ്രകാരമാണ്. പദ്ധതി തുകയുടെ 50%മാണ് സബ്സിഡിയായി ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നത്. 100 പെണ്ണാടും 5 മുട്ടനാടും അടങ്ങുന്ന യൂണിറ്റിന് 10 ലക്ഷം രൂപയും 200 പെണ്ണാടും 10 മുട്ടനാടും അടങ്ങുന്ന യൂണിറ്റിന് 20 ലക്ഷം രൂപയും 300 പെണ്ണാടും 15 മുട്ടനാടും അടങ്ങുന്ന യൂണിറ്റിന് 30 ലക്ഷം രൂപയും 400 പെണ്ണാടും 20 മുട്ടനാടും അടങ്ങുന്ന യൂണിറ്റിന് 40 ലക്ഷം രൂപയും 500 പെണ്ണാടും 25 മുട്ടനാടും അടങ്ങുന്ന യൂണിറ്റിന് 50 ലക്ഷം രൂപയുമാണ് സബ്സിഡിയായി ലഭ്യമാക്കുന്നത്. ആവശ്യമായ ലൈസൻസുകൾ ലഭ്യമാക്കുവാൻ സാധ്യതയുള്ള സ്ഥലത്തു മാത്രമേ ഈ പദ്ധതി നടപ്പാക്കാനുള്ള അംഗീകാരം ലഭിക്കുകയുള്ളൂ. ഈ പദ്ധതിക്കുള്ള ആട്ടിൻകുട്ടികളെ NLM പദ്ധതിയിൽ നിഷ്കർഷിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. പന്നി വളർത്തൽ പദ്ധതി. പദ്ധതി ഗുണഭോക്താക്കൾ പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചു വളർത്തി വിപണനം നടത്തുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂറോക്ക് ആൺപന്നികളും ലാർജ് വൈറ്റ് യോർക്ക്ഷയർ, ലാൻഡറേസ് എന്നീ സങ്കരീനം പെൺപന്നികളുമാണ് ഈ പദ്ധതിക്ക് അനുയോജ്യം. ഈ പദ്ധതിയിൽ 50 പെൺപന്നികളും 5 ആൺപന്നികളും അടങ്ങുന്ന ബ്രീഡിംഗ് യൂണിറ്റായോ 100 പെൺപന്നികളും 10 ആൺപന്നികളും അടങ്ങുന്ന ബ്രീഡിംഗ് യൂണിറ്റായോ അപേക്ഷിക്കാവുന്നതാണ്. പന്നി വളർത്തൽ പദ്ധതി പ്രകാരമുള്ള സബ്സിഡി പരിധി ഇനിപ്പറയുന്ന പ്രകാരമാണ്. 50 പെൺപന്നികളും 5 ആൺപന്നികളും അടങ്ങുന്ന യൂണിറ്റിന് 15 ലക്ഷം രൂപയും 100 പെൺപന്നികളും 10 ആൺപന്നികളും അടങ്ങുന്ന യൂണിറ്റിന് 30 ലക്ഷം രൂപയുമാണ് സബ്സിഡിയായി ലഭ്യമാക്കുന്നത്. ആവശ്യമായ ലൈസൻസുകൾ ലഭ്യമാക്കുവാൻ സാധ്യതയുള്ള സ്ഥലത്തു മാത്രമേ ഈ പദ്ധതി നടപ്പാക്കാനുള്ള അംഗീകാരം ലഭിക്കുകയുള്ളൂ. ഈ പദ്ധതിക്കുള്ള പന്നിക്കുഞ്ഞുങ്ങളെ NLM പദ്ധതിയിൽ നിഷ്കർഷിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. തീറ്റപ്പുൽ സംസ്കരണം. പദ്ധതി ഗുണഭോക്താക്കൾ സൈലേജ് നിർമ്മാണ യൂണിറ്റോ കാലിത്തീറ്റ ബ്ലോക്ക് നിർമ്മാണ യൂണിറ്റോ സ്ഥാപിച്ച് ഇവിടെ നിന്നും സൈലേജോ ഫോഡർ ബ്ലോക്കോ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമാവധി 50 ലക്ഷം രൂപ വരെയാണ് സബ്സിഡിയായി ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നത്. യോഗ്യതാ മാനദണ്ഡങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളെയും കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സംരംഭകർക്ക്, അപേക്ഷകർക്ക് കോഴി, ആട്, പന്നി, തീറ്റപ്പുൽ കൃഷി എന്നിവ വളർത്തിയ മുൻപരിചയമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും പരിശീലനം ലഭിച്ചവരായിരിക്കണം.
പദ്ധതി നടത്തിപ്പിന് ഉചിതമായ സ്ഥലം അപേക്ഷകൻ സംരംഭകൻ ക്രമീകരിക്കേണ്ടതാണ്. സ്വന്തമായോ ലീസ് വ്യവസ്ഥയിലോ ഉള്ള സ്ഥലം പദ്ധതി നടത്തിപ്പിന് അനുയോജ്യമാണ്. ഒന്നിലധികം വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുള്ള വിൽപത്രമോ ടൈറ്റിൽ ഡീഡോ എഗ്രിമെന്റോ ആണെങ്കിൽ അപേക്ഷകർ മറ്റുള്ളവരിൽ നിന്നും സമ്മതപത്രം വാങ്ങേണ്ടതാണ്. ലീസ് വ്യവസ്ഥയിലുള്ള സ്ഥലമാണെങ്കിൽ പദ്ധതി അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് പ്രസ്തുത സ്ഥലത്തിന്റെ പാട്ടക്കരാർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ലീസ് വ്യവസ്ഥയിലുള്ള സ്ഥലം രക്തബന്ധത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പദ്ധതി അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് പ്രസ്തുത സ്ഥലത്തിന്റെ രേഖ നോട്ടറൈസ് ചെയ്യേണ്ടതാണ്. അപേക്ഷകർ ബാങ്കുകൾ മുഖേന ലോൺ തരപ്പെടുത്തേണ്ടതാണ്. പദ്ധതി മാനദണ്ഡപ്രകാരം 50% സബ്സിഡി ഗുണഭോക്താക്കൾക്ക് ലോൺ എടുക്കുന്ന ബാങ്ക് വഴി നൽകുന്നതാണ്. അപേക്ഷകൻ കുറഞ്ഞത് പദ്ധതി തുകയുടെ 10% വഹിക്കേണ്ടതുണ്ട്. പദ്ധതി നടത്തിപ്പിന് ആവശ്യമായ KYC, പെർമിറ്റ്, ലൈസൻസ് തുടങ്ങിയ രേഖകൾ സംരംഭകർ തന്നെ ശരിയാക്കേണ്ടതാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത അപേക്ഷകൾ അപാകതകൾ പരിഹരിച്ചു പുനഃസമർപ്പണം ചെയ്യുന്നതിലേക്കായി അപേക്ഷകന് തന്നെ തിരികെ നൽകുകയോ നിരസിക്കപ്പെടുകയോ ചെയ്യുന്നതാണ്. സംരംഭകർ അപേക്ഷകർ പദ്ധതി മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള പദ്ധതിരേഖ ആവശ്യമായ അനുബന്ധ രേഖകളും സഹിതം nlm.udyamimittra.in എന്ന വെബ്സൈറ്റില് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പാൻ നമ്പർ, ആധാർ നമ്പർ, ഭൂരേഖയോടൊപ്പം ഏറ്റവും പുതിയ കരം തീർത്ത രസീത്, അഡ്രസ് പ്രൂഫ്, അപേക്ഷകന്റെ ഫോട്ടോഗ്രാഫ്, GIS ലൊക്കേഷനോടുകൂടിയ പ്രോജക്ട് സൈറ്റിന്റെ ഫോട്ടോ, കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, പരിശീലന സർട്ടിഫിക്കറ്റ്, വെറ്ററിനറി സർജൻ നൽകിയ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, റദ്ദാക്കിയ ചെക്കിനൊപ്പം തന്നെ ബാങ്ക് മാൻഡേറ്റ് ഫോം എന്നിവ വ്യക്തിഗത അപേക്ഷകർ അപേക്ഷയോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതാണ്. വ്യക്തികൾ ഒഴികെയുള്ള അപേക്ഷകർ പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പേര്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, വിലാസം എന്നിവ അടങ്ങുന്ന അപേക്ഷകനുമായി ലിങ്ക് ചെയ്ത അഥവാ അറ്റാച്ച് ചെയ്തിട്ടുള്ള കർഷകരുടെ ലിസ്റ്റ്, കഴിഞ്ഞ 3 വർഷത്തെ ആദായ നികുതി റിട്ടേണുകൾ എന്നീ രേഖകൾ അപേക്ഷയോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായി അപേക്ഷിക്കുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. nlm.udyamimittra.in എന്ന ലിങ്ക് ഉപയോഗിച്ച് NLM-PDPയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. തുടർന്ന് വരുന്ന പേജിൽ നിന്നും അപ്ലൈ ഹിയർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിന്നും ലോഗിൻ ആസ് ഓൺട്രപ്രന്യൂർ എന്ന ലിങ്കിൽ സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയ ശേഷം തുടർന്ന് വരുന്ന ക്യാപ്ച വിൻഡോയിൽ നിന്നും ഐ ആം നോട്ട് റോബോട്ട് എന്ന ബോക്സ് ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വരുന്ന OTP നൽകിക്കൊണ്ട് ആപ്ലിക്കേഷൻ പേജിലേക്ക് കടക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, പ്രൊജക്ട് ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് എന്നീ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും തുടർന്ന് വരുന്ന അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന വിൻഡോയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. ഡിക്ലറേഷൻ ബോക്സ് സെലക്ട് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷന്റെ തൽസ്ഥിതി അറിയുന്നതിലേക്കായി nlm.udyamimittra.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വരുന്ന OTP നൽകിക്കൊണ്ട് ആപ്ലിക്കേഷൻ പേജിലേക്ക് കടക്കുന്നതിലൂടെ ആവശ്യമായ തിരുത്തലുകൾ, ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് നൽകിയിരിക്കുന്ന റിമാർക്സിലൂടെ അറിയാൻ സാധിക്കും. കൂടാതെ ഒന്നിലധികം കാരണങ്ങളാൽ ആപ്ലിക്കേഷൻ തിരികെ നൽകുകയാണെങ്കിൽ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന റിമാർക്സ് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പരിൽ വാട്സാപ്പ് ഉണ്ടെങ്കിൽ പ്രസ്തുത റിമാർക്സിന്റെ ഒരു പകർപ്പ് അയച്ചു തരുന്നതാണ്. അപേക്ഷകർ ഓൺലൈനായി അപേക്ഷിക്കുന്നതിനു മുൻപായി താഴെ പറയുന്ന രേഖകൾ തയ്യാറാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കേണ്ടതാണ്. NLM മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള DPR. ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കുന്നത്, ബാങ്കിന്റെ ബ്രാഞ്ച്, ബാങ്കിന്റെ IFSC, ആധാർ കാർഡ്, പാൻ കാർഡ്, സ്ഥലത്തിന്റെ പ്രമാണവും കരം അടച്ച രസീതും, സ്ഥലത്തിന്റെ GI ടാഗ് ചെയ്ത ഫോട്ടോഗ്രാഫ്സ്, വ്യക്തിയുടെ ഫോട്ടോ, കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് മാൻഡേറ്റ് ഫോമിനോടൊപ്പം റദ്ദാക്കിയ ചെയ്ത ചെക്ക്, പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, സ്ഥലത്തെ വെറ്റിനറി സർജൻ സാക്ഷ്യപ്പെടുത്തിയ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ സമാഹരിച്ച ശേഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. കേരള ലൈവ്സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, പട്ടം, തിരുവനന്തപുരം. ടെലിഫോൺ നമ്പർ 0471244092, 047124499138. ഇമെയിൽ ID nlmedpkerala@gmail.com